10 പൈസയുടെ കുറവ് പോലെ. അവളെ രാജു നേരത്തെ അറിയോ? ദൈവമേ, ഋതുവിന് വല്ല ഡൗട്ടും അടിച്ചോ? ആദ്യമേ തന്നെ സത്യം തുറന്നു പറയേണ്ടതായിരുന്നു. രാജു രാജു ചോദിച്ചതിന് മറുപടി പറയാത്ത എന്താ? ഋതു എന്താ ചോദിച്ചേ? രാജു വല്ലാതെ ആബ്സെന്റ് മൈൻഡിലാണല്ലോ. രാജു ആ നന്ദനെ നേരത്തെ അറിയോന്ന്? എവിടെ? ഞാനെങ്ങനെ അറിയാനാ? ഞാനിവിടെ കല്യാണം ആലോചിച്ച് വന്നപ്പോഴല്ലേ ആദ്യമായിട്ട് കാണുന്നതല്ലേ. രാജു ഈ പറഞ്ഞത് കള്ളമാണെന്ന് രാജുന്റെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതേ, കോളേജിൽ പഠിച്ച കാലത്ത് ഇവളും ആ കോളേജിൽ ഉണ്ടായിരുന്നോന്നാ? എന്റെ കൂടെ ഇവള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ഓർക്കാതിരുന്നത് ആ തെറ്റ്. ഭാര്യയോട് മാത്രം ഒരു നുണയും പറഞ്ഞേക്കരുതെന്ന്. ഇപ്പൊ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനും നുണ പറഞ്ഞും പോയി. ഇനി തിരുത്താനും വയ്യ. കുരുക്കാവോ ഈശ്വര? ഹലോ സർ. രാത്രി വിളിച്ച് ശല്യപ്പെടുത്തിയതിന് ഞാൻ ആദ്യമേ തന്നെ സോറി പറയാ. അതിന് പാതിരാത്രിയൊന്നും ആയില്ല സർ. എന്നാലും സന്ധ്യ കഴിഞ്ഞാൽ രാത്രി എന്നാണല്ലോ പറയാറുള്ളത്. ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും ഇല്ലേ സിസ്റ്റർ? സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ സിസ്റ്ററുടെ ഒരു സൈൻ കൂടി വേണം. അതിനെപ്പോഴാ വരേണ്ടത് സർ? ഞാൻ എന്റെ ഓഡിറ്ററോട് ചോദിച്ചിട്ട് കൃത്യസമയം പറയാം. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ് സർ. നന്നായി പ്രതാപ, നിനക്കിപ്പോ മറ്റു തിരക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് സ്പീഡാക്കണം. എന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന് എല്ലാവരുടെയും മനസ്സുകൊണ്ടുള്ള സപ്പോർട്ടും വേണം. എന്റെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ട് പ്രതാപ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഋതുമോളുടെയും രാജുവിന്റെ സാന്നിധ്യം വേണ്ടേ? നീ അവരോട് പറഞ്ഞോ ഈ കാര്യം? പറഞ്ഞില്ല. ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. എന്തായാലും ചേച്ചി ഓർമ്മിപ്പിച്ച നന്നായി. ഞാൻ പോയി അവരൊന്ന് വിളിക്കട്ടെ. അയ്യോ വേണ്ട, ഞാൻ പോയി വിളിക്കാം. ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സിസ്റ്റർ പവിത്രയാണ്. അപ്പോ സിസ്റ്റർ പവിത്രയെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കണം. ആ നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛനെന്താ ഈ പവിത്രയുടെ കാര്യത്തില് ഒരു പ്രത്യേക താല്പര്യം? ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഋതു, മര്യാദയ്ക്ക് സംസാരിക്കും. നീ ആരോടാ സംസാരിക്കുന്നുള്ള ഓർമ്മ വേണം. നീ എന്തുദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. പറയേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്? സർ, സോറി സർ. ഇവളത് അറിയാതെ പറഞ്ഞു പോയതാ. സാറൊന്ന് ക്ഷമിച്ചേക്ക്. ഋതു ഒന്ന് വന്നേ. ഇങ്ങോട്ട് വരാൻ വാ. കേട്ടില്ലേ അവള് പറഞ്ഞത്? 10 ഗുണം 10 ഗുണം. തള്ളയുടെ അതേ അഹങ്കാരം അവക്ക്. മുളയിലേ നുള്ളണമായിരുന്നു. എന്താ വിഷമിച്ച് നിൽക്കുകയാണോ? അല്ല, ചിരിച്ച് രസിച്ച് നിൽക്കുക. എന്തിനാ രാജു എന്നോട് ദേഷ്യപ്പെടുന്നേ?
രാജു ചായ കുടിക്കും, അപ്പൊ ഒന്ന് തണുക്കും. അവളുടെ അപ്പന്റെ ഒരു ചായ. ദേ, മേലാൽ ചായയോ പാലോ ജ്യൂസോ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. പറഞ്ഞേക്കാം, അവളുടെ ഒരു ചായ. ദാ. എന്താടാ നീ എന്റെ പെണ്ണിനോട് മര്യാദ കാണിക്കുന്നു. ഇതെന്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണ്. നീ ഈ കുടുംബത്തിൽ ഒരാളെന്ന നിലയ്ക്ക് ആ മര്യാദയിൽ അവളാ ചായ കൊണ്ട് തന്നത്. ഹ, ഇത് ഇത്ര വലിയ തെറ്റാണോടാ? ഇവൾക്ക് നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും വ്യക്തമായിട്ട് അറിയില്ല. ഹ, ഋതികയുടെ ഭർത്താവാണെന്ന് കരുതി ഇവളൊരു മാന്യത കാണിച്ചു. അത് എന്തിനാണ് ചായ ഗ്ലാസ് പൊട്ടിക്കുന്നത്? ദേ, ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിക്കുന്നു. മേലാൽ എന്റെ ഭാര്യയോട് ഇത്ര മര്യാദയുടെ കാണിച്ചാ നീ വിവരം അറിയും. പറഞ്ഞേക്കാം. സോറി. ദേ, ഒരു കാര്യം ഞാൻ നിന്നോടുകൂടി പറഞ്ഞേക്കാം. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ചായ കൊടുക്കാൻ നീ ഇവിടുത്തെ ചായക്കടക്കാരിയൊന്നും അല്ലല്ലോ. എന്റെ ഭാര്യ, അമ്മ, വല്യമ്മ, പിന്നെ ഞാൻ, ഈ 3 പേരെ നീ പരിഗണിച്ചാ മതി. ശരി ദീപു.